ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഏറ്റവും നിർണായകമായ തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. ബാങ്ക് ഇടപാടുകൾ മുതൽ മൊബൈൽ സിം കാർഡ് എടുക്കുന്നത് വരെയും വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ മുതൽ ഹോട്ടലുകളിലെ താമസം വരെയും ആധാർ എന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു രേഖയായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ വ്യാപകമായ ഉപയോഗം നമ്മുടെ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ഉപയോഗത്തിൽ ഒരു സുപ്രധാന മാറ്റത്തിനാണ് കളമൊരുക്കിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൈവശം വയ്ക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയാണ്. പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുക എന്നതാണ് പുതിയ നിയമം. ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി കൈവശം വയ്ക്കുന്നത് നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കപ്പെട്ടേക്കാം. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മാറ്റം? ഈ മാറ്റം എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക? എന്താണ് UIDA? ഇതിനായി ഒരുക്കുന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. നിങ്ങളൊരു ഹോട്ടൽ മുറി എടുക്കുകയോ ഒരു പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പ്രവേശന കവാടത്തിൽ ഐഡന്റിറ്റി തെളിക്കുകയും ചെയ്യുമ്പോൾ മിക്കവാറും സ്ഥാപനങ്ങൾ ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോ കോപ്പി ആവശ്യപ്പെടാറുണ്ട്. ഈ കോപ്പി അവർ രേഖയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്രധാനമായി ഈ സമ്പ്രദായം രണ്ട് വലിയ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നു. ഡാറ്റ ചോർച്ചയുടെ സാധ്യതയാണ്. അതിലൊന്ന്, ഫോട്ടോ കോപ്പികൾ ഒരു സംസ്ഥാനത്തിന്റെ ഫയലുകളിലോ സെർവറുകളിലോ സൂക്ഷിക്കുമ്പോൾ അത് ചോർന്നു പോകാനും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ആധാർ നമ്പർ, പേര്, വിലാസം തുടങ്ങിയ തന്ത്രപ്രധാനമായ വിവരങ്ങൾ കുറ്റവാളികളുടെ കയ്യിലെത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. വ്യാജ ഐഡന്റിറ്റി സൃഷ്ടിക്കാനോ സാമ്പത്തിക തട്ടിപ്പുകൾക്കോ ഇത് വഴിവെക്കും. നിയമലംഘനമാണ് രണ്ടാമത്തെ പ്രശ്നം. ആധാർ നിയമം അനുശാസിക്കുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുന്നതോ നിയമലംഘനമാണ്. ഹോട്ടലുകൾ, ഈവന്റ് സംഘാടകർ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ ഫോട്ടോ കോപ്പി ശേഖരിക്കുന്നത് നിലവിൽ തന്നെ നിയമപരമായ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിലാണ് പേപ്പർ അധിഷ്ഠിത ആധാർ പരിശോധന പൂർണ്ണമായും നിർത്തലാക്കി സുരക്ഷിതവും തക്ഷണവുമായ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാൻ UIDA തീരുമാനിച്ചത്. പേപ്പർ കോപ്പികളെ ആശ്രയിക്കാതിരിക്കാൻ ആധാർ പരിശോധന നടത്തുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഇനി മുതൽ UIDAയുടെ പുതിയ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. UIDA CEO ഭുവനേശ്വർ കുമാർ വ്യക്തമാക്കിയതുപോലെ ഈ സ്ഥാപനങ്ങൾക്ക് അവരുടെ പരിശോധനകൾക്കായി പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കും. പുതിയ സംവിധാനത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ബാർകോഡ് സ്കാനിംഗ് ആണ്. നിലവിലുള്ള ആധാർ കാർഡുകളിലും ആധാർ പോലെയുള്ള ഡിജിറ്റൽ രൂപങ്ങളിലും ഒരു QR കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ വ്യക്തിയുടെ ആധാർ വിവരങ്ങൾ കേന്ദ്ര ഡാറ്റാബേസുമായി ബന്ധമില്ലാതെ തന്നെ ഓൺലൈനായി പരിശോധിക്കാൻ സാധിക്കും. ഇത് നെറ്റ്വർക്ക് തകരാറ് പോലെയുള്ള പ്രവർത്തനപരമായ പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കാനും സഹായിക്കും. വെരിഫിക്കേഷൻ വേഗത്തിലാക്കുകയും സ്ഥാപനങ്ങൾ നിങ്ങളുടെ രേഖയുടെ കോപ്പി സൂക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതാകുകയും ചെയ്യും. UIDA ഇപ്പോൾ ഒരു നൂതനമായ മൊബൈൽ ആപ്ലിക്കേഷൻ ബീറ്റ ടെസ്റ്റിംഗിലാണ്. അടുത്ത 18 മാസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്ന ഈ ആപ്പ് ആധാർ വെരിഫിക്കേഷന്റെ രീതി തന്നെ മാറ്റി എഴുതും. ഇത് ആർട്ട് ഓഫ് വെരിഫിക്കേഷൻ സാധ്യമാക്കും. അതായത് ഓരോ ഇടപാടിനും കേന്ദ്ര ഡാറ്റാബേസുമായി ബന്ധമില്ലാതെ തന്നെ ആപ്ലിക്കേഷനുകൾ തമ്മിൽ ആധാർ പരിശോധന നടത്താൻ ഈ സംവിധാനം സഹായിക്കും. വിമാനത്താവളങ്ങൾ, പ്രായം തെളിയിക്കേണ്ട റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഷോപ്പുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ എല്ലായിടത്തും ഈ ആപ്പ് ഉപയോഗിക്കാനാകും. മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനും മൊബൈൽ ഫോൺ ഇല്ലാതെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പോലും ഒരേ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തുവാനും ഈ പുതിയ ആപ്പിന് കഴിയും. ഈ ഡിജിറ്റൽ മാറ്റം സമീപ ഭാവിയിൽ പ്രവർത്തനക്ഷമമാക്കുന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പോലെയുള്ള സുരക്ഷാ നിയമങ്ങൾക്ക് അനുസൃതമായി ആധാർ ഒതന്റിക്കേഷൻ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ആധാർ പരിശോധന ആവശ്യമുള്ള ഹോട്ടലുകളും മറ്റു സ്വകാര്യ കമ്പനികളും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതൊരു നിർബന്ധിത മാറ്റമായിരിക്കും. ആധാർ പരിശോധന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പുതിയ ഫ്രെയിം വർക്കിന് കീഴിൽ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പേപ്പർ അധിഷ്ഠിത പരിശോധനയിൽ നിന്ന് മാറി രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന APIകൾ, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസുകൾ വഴി കോഡ് സ്കാനിംഗ് പോലെയുള്ള ഓഫ്ലൈൻ വെരിഫിക്കേഷൻ സംവിധാനങ്ങൾ ഇവരുടെ സിസ്റ്റങ്ങൾ സമന്വയിപ്പിക്കേണ്ടി വരും. ഒരു ഹോട്ടൽ ഉടമയുടെ കാഴ്ചപ്പാടിൽ ഇതിന്റെ പ്രായോഗികത പരിശോധിക്കാം. നിലവിൽ ഒരു അതിഥിക്ക് മുറി നൽകണമെങ്കിൽ ID കാർഡിന്റെ കോപ്പി നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അവർക്ക് അതിഥിയുടെ ആധാർ കാർഡിന്റെ QR കോഡ് അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യാം. ഇത്രയധികം സവിശേഷതകളേറിയ ഈ ആധാർ ആപ്പ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് നോക്കാം.
ഈ ആധാർ ആപ്പിനെ ആധാർ ആപ്പ് എന്നാണ് പറയുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ആധാർ നമ്പർ നൽകി രജിസ്റ്റർ ചെയ്യുക. ഒരു പിൻ സൃഷ്ടിച്ച് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് അയച്ച OTP ഉപയോഗിച്ച് പരിശോധിക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ ആധാർ വിശദാംശങ്ങൾ ആക്സസ് ചെയ്യുവാനും വെർച്വൽ ID ജനറേഷൻ പോലുള്ള സേവനങ്ങൾ ചെയ്യുവാനും പ്രൊഫൈലുകൾ കൈകാര്യം ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ആപ്പ് നിങ്ങളുടെ ആധാറിലേക്ക് ഓഫ്ലൈൻ ആക്സസും വിശദാംശങ്ങൾ പങ്കിടാനുള്ള സുരക്ഷിത മാർഗവും നൽകുന്നു. നമ്മുടെ ഈ ആധാർ ആപ്പിനെ കുറിച്ചുള്ള എങ്ങനെ നമുക്ക് ഈ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐകാർഡിലും എൻഡ് സ്ക്രീനിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ വീഡിയോ കാണാം. ഈ രീതിയിൽ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ആധാർ കോപ്പിയൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫർമേഷൻസ് ആണ് ഞാൻ എൻ്റെ ചാനലിലുടനീളം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്പെടും. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.